നമസ്തേ. വീണ്ടും ഒരു വിഷുക്കാലം കൂടി വരികയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരാഘോഷമാണ് വിഷുവും. ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും ഈ പ്രകൃതിക്ക് ഉൾപ്പെടെ ഗുണം നൽകുന്ന അല്ലെങ്കിൽ ഗുണം ഉണ്ടാകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിഷുവും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആചാരങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരാഴ്ചത്തേക്ക് ഫലം കിട്ടുന്നത്, ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഫലം കിട്ടുന്നത്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഒരാൾ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഒരു വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ, തിങ്കൾ മുതൽ തിങ്കൾ വരെ. ഇനി അത് തിഥിയുടെ അടിസ്ഥാനമാണെങ്കിൽ ഒരു ഏകാദശി മുതൽ അടുത്ത ഏകാദശി വരെ, ദ്വാദശി മുതൽ അടുത്ത ദ്വാദശി വരെ. അത് 15 ദിവസത്തേക്കുള്ള കാര്യമാണ്. തിരിച്ച് പൗർണമി മുതൽ പൗർണമി വരെ എന്നുള്ള ഒരു മാസത്തെ കണക്കുമുണ്ട്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ വിഷു എന്നുള്ളത് ഒരു വർഷത്തേക്കാണ് കണക്കാക്കുന്നത്. ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെ നമുക്ക് എല്ലാ രീതിയിലും ആരോഗ്യത്തോടു കൂടിയും സമ്പൽ സമൃദ്ധിയോടും കൂടി മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഈ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്. വിഷുക്കണി ഒരുക്കം, വിഷു കൈനീട്ടം, വിഷു സദ്യ, ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ കൂടെ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൽ വിഷു കൈനീട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തോളം സാമ്പത്തികമായിട്ട് നാം നല്ല അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. അതായത് ഓരോ ആചാരവും ഭൗതികം, അതോടൊപ്പം തന്നെ ആധ്യാത്മികം, പിന്നീട് ശാസ്ത്രീയ ബന്ധം, ഇങ്ങനെ 3 കാര്യങ്ങൾ സംയോജിപ്പിച്ചാണ് നമ്മുടെ എല്ലാ ചടങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൗതികമായ ഉയർച്ചയാണ് ഈ കണി വെക്കലിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം ഒരു മനുഷ്യൻ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നോ അതെല്ലാം തന്നെ കണി വെച്ച് ആ കാഴ്ചയിലൂടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ കാഴ്ച കണ്ടാൽ പോരാ, കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു വർഷത്തേക്ക് നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയണം, എല്ലാ ദിവസവും നമ്മൾ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയണം. അപ്പം ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നതിന് ഈശ്വരാനുഗ്രഹം ആവശ്യമാണ്. ഈ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയാണ് നാം ഭഗവാൻ ശ്രീകൃഷ്ണ കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹം കൂടെ വെച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ ശ്രീകൃഷ്ണനായി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, നമുക്കെന്താണ് ഒരു വർഷത്തോളം നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് കഴിയണം. ഒരു വർഷം നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പിന്നെ എല്ലാ രീതിയിലും അത് സ്വർണ്ണമായിട്ടും അല്ലെങ്കിൽ വസ്ത്രമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ആ കണി കാഴ്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 3ാമത്തെ കാര്യം, ഇങ്ങനെ ഭൗതിക കാര്യം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വഴി നമുക്ക് ആധ്യാത്മിക ബന്ധം വന്നു. ഇത് രണ്ടുമല്ലാതെ 3ാമത്തെ കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസമൊന്നും തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 12 മാസങ്ങളിൽ ഒരു മാസമായ മേടമാസം നമ്മൾ അതിനെ തിരഞ്ഞെടുക്കുകയാണ്. ആ മേടമാസത്തിൻ്റെ ഉപയോഗം കൂടി ഈ ചടങ്ങിന് വരണം, ഈ കണിക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ വിഷുവിന് വേണം എന്നാണ് ആചാര്യന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ വിഷു ഈ മേടമാസത്തിൽ ആഘോഷിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതീയ ആചാരങ്ങളെല്ലാം തന്നെ ജ്യോതിശാസ്ത്രപരമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ മേടമാസം എന്നുള്ളത് സൂര്യന് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള മാസമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ സൂര്യപ്രകാശം ശക്തിയോടുകൂടി പതിക്കുന്ന മാസമാണ് മേടം. അത് ഉപയോഗമുള്ള സൂര്യരശ്മികൾ എന്ന് പറയുമ്പോൾ എല്ലാം ഉപയോഗമില്ല, അൾട്രാവയലറ്റ് രശ്മികൾ ഉൾപ്പെടെ ഒരുപാടുണ്ട്. പക്ഷെ അത് പ്രാചീന ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏറ്റവും മനുഷ്യന് ഗുണകരമായിട്ടുള്ള സൂര്യരശ്മികൾ വരുന്നത് ഈ മേടമാസത്തിലാണ്. ഈ മേടമാസത്തിൽ തന്നെ ഒരു ദിവസം അല്പം കൂടെ പ്രാധാന്യമുണ്ട്, അതാണ് മേടപ്പത്ത്. വിഷുവിനെ പോലെ തന്നെ മേടപ്പത്ത് വലിയ ആഘോഷമായിട്ട് പഴയ കാലങ്ങളിലും ഈ കാലങ്ങളിലും ആചരിച്ചു അല്ലെങ്കിൽ നടത്തി വരുന്നുണ്ട്.
മുമ്പൊക്കെ തന്നെ, ഇന്നിപ്പോൾ ഒരുപാട് അമ്പലങ്ങളുണ്ട്, നമ്മൾ വിശേഷ ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പോകും. പക്ഷെ പഴയ കാലത്ത് കുടുംബ തെക്കതുകൾ മാറ്റി ചുരുങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അമ്പലത്തിൽ പോകുന്നതിന് പകരം വിശേഷത ഒന്നുകിൽ മേടപ്പത്തിന് എല്ലാ വീടിൻ്റെയും മുറ്റത്ത് പൊങ്കാലയിടുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഏത് ചടങ്ങ് വന്നു കഴിഞ്ഞാലും, കുഞ്ഞിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട്, കുഞ്ഞിൻ്റെ നൂലുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട്, വിവാഹ ചടങ്ങ്, പാലുകാഴ്ച ചടങ്ങുകൾ, എന്ത് ചടങ്ങ് വന്നു കഴിഞ്ഞാലും വീട്ടിൽ തന്നെ പൊങ്കാലയിടുന്ന ഒരു ചടങ്ങുണ്ട്. ഈ പൊങ്കാലയിടുന്ന ആർക്ക് വേണ്ടിയാണ്? അത് സൂര്യന് വേണ്ടിയാണ്. എല്ലാം സൂര്യന് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്താണ്? സൂര്യനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ സൂര്യന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മേടമാസത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ തീരുമാനിച്ചത്. വിഷു എന്നുള്ള ആ ചടങ്ങ്, അല്ലെങ്കിൽ വിഷു എന്നുള്ള ആ സംസ്കാരം കൂടെ അതിൻ്റെ അകത്ത് വന്നത്. ഇനി ഈ സൂര്യന് പ്രാധാന്യം കൊടുക്കുന്നത് ഏത് കാലഘട്ടം മുതൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 6000-ഓളം വർഷം മുമ്പാണ്. അപ്പോൾ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സൂര്യനുള്ള പ്രാധാന്യവും അതോടൊപ്പം തന്നെ മേടമാസത്തിനുള്ള പ്രാധാന്യവും ഇവിടെ ഭാരതീയർ ഗണിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിലും ഈ മേടമാസത്തിൽ ഉള്ള ഈ സൂര്യന് പ്രാധാന്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യന് നിങ്ങൾ ആരാധിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം നൽകിയത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമ്മുടെ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിലുള്ള ഒരു കാരണം അതാണ്. എല്ലാ മേടപ്പത്തിനും പൊങ്കാലയിടുന്ന രീതിയിലേക്കുള്ള കാര്യം ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്തു തുടങ്ങിയതിന് കാരണം ശ്രീകൃഷ്ണൻ്റെ ആഹ്വാനം അനുസരിച്ചാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ പലരും ചോദ്യം ചെയ്തു. അവരുടെ ചോദ്യം ചെയ്യലുമാണത്, സംശയവുമാണ്. എങ്ങനെയാണ് ഭഗവാനായിട്ട് അങ്ങേ കരുതുന്നത്? ഭഗവാൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണാത്ത ഒരാളെയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം ഭഗവാനുണ്ട്. പക്ഷേ അങ്ങിപ്പോൾ നേരിട്ട് നിൽക്കുകയാണ്, മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മനുഷ്യരൂപത്തിൽ അടുത്ത് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഭഗവാനായിട്ട് അങ്ങോട്ട് കൽപ്പിക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, എന്നെ എന്നുള്ള രീതിയിലല്ല, എപ്പോഴാണോ നിങ്ങൾക്ക് ദേവതകളെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത്, ദേവതകളെ പ്രാർത്ഥിക്കാൻ സാഹചര്യങ്ങളില്ലാതെ പോകുന്നത്, ആ സമയത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സൂര്യനെയാണ്. അപ്പോൾ സൂര്യനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ എനർജി നമ്മിലേക്ക് വരികയും നമ്മുടെ ദോഷങ്ങൾ ഉൾപ്പെടെ ശുദ്ധീകരിച്ച് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമായി തീരുകയും ചെയ്യും. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ ഒരു ദേവൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സൂചിപ്പിച്ചു എന്താണ്? നിങ്ങൾ സൂര്യനെ പ്രാർത്ഥിച്ചാൽ മതി, അല്ലാതെ എന്നെ തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. സൂര്യനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദേവതകളുടെ അനുഗ്രഹവും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് കൂടാതെ പുരാണങ്ങൾ മുഴുവനും സൂര്യനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ആരോഗ്യാവസ്ഥ, എല്ലാ സമയത്തും ആരോഗ്യാവസ്ഥ, നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ നമ്മുടെ ആരോഗ്യം നന്നായിട്ട് പാലിക്കാൻ സൂര്യനെ ആരാധിച്ചാൽ മതി എന്ന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറ്റം വരാൻ വേണ്ടി സൂര്യനെ പ്രാർത്ഥിക്കാനും സൂര്യനെ ആരാധിക്കാനും, ആരാധിക്കുക എന്ന് വെച്ചാൽ സൂര്യൻ്റെ എനർജി സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ദേവതകളെ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. അത് ഏത് രീതിയിൽ വേണോ ആരാധിക്കാം. നമുക്ക് കൈകൂപ്പിക്കൊണ്ട് ആരാധിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, സങ്കല്പിക്കാം, എന്ത് വേണോ ചെയ്യാം. ഇന്നിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള സിദ്ധാന്തം വന്നിട്ടുണ്ട്. അവിടെ ദേവതകളൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനം. ഇത് നമ്മൾ പണ്ടേ ചെയ്ത കാര്യം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പൂവിൽ നിന്ന് എനർജി സ്വീകരിക്കുമ്പോൾ അത് പൂജയിലേക്ക് വന്നു. പൂജ എന്താണ്? പൂജ എന്ന് പറയുന്നത് പൂവിൽ നിന്ന് എനർജി സ്വീകരിച്ച് വിഗ്രഹത്തിൽ കൊടുക്കുന്നതാണ്. അതേപോലെ സൂര്യനിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് മറ്റ് അസുഖങ്ങളും ആദിയും വേദിയും മാറ്റുന്നു എന്നുള്ളതാണ് സൂര്യനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഇത്രയും സവിശേഷത ഈ സൂര്യൻ ശക്തി ആർജിക്കുന്ന മേടമാസത്തിൽ ഉള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മേടപ്പത്തും അതോടൊപ്പം തന്നെ മേടമാസവും അതോടൊപ്പം തന്നെ വിഷുവിനൊക്കെ സ്ഥാനം കൊടുത്തു വരുന്നത്. വിഷുക്കണി വയ്ക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം. വിഗ്രഹം വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ആ വിഗ്രഹത്തിലൂടെ നമ്മൾ ഭഗവാനെ കാണുന്നു. എന്തായിരിക്കും ശ്രീകൃഷ്ണനെ തന്നെ ആ കണി വയ്ക്കുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് കാരണം? ഇനി മറ്റ് ദേവതകളെ നമുക്ക് ഉൾപ്പെടുത്തിക്കൂടെ?
തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇതിനൊരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളെയും ചിരിയോടുകൂടി നേരിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് തന്നെ കാരാഗൃഹത്തിലാണ്. അപ്പോൾ ജനിച്ചപ്പോഴേ ഒരു ദുരിതത്തിനകത്താണ്. അവിടെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നു. പിന്നീട് തൊട്ടിൽ കിടക്കുമ്പം പോലും അസുരന്മാരെ കൊല്ലുന്ന സാഹചര്യം, ശകടാസുരനൊക്കെ വന്ന് തൊട്ടിലോടുകൂടി അമർത്തി കൊല്ലാൻ നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ശ്രീകൃഷ്ണൻ തൻ്റെ ഇളം പാദം കൊണ്ട് അതിനെ തട്ടിക്കളയുന്നുണ്ട്. പിന്നെ പൂതനയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ ഓരോ അസുരന്മാരുമായിട്ട് ഏറ്റുമുട്ടി എല്ലാ സമയത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതായത് ജീവിതത്തിലെ മുഴുവൻ കാലം ജനനം മുതൽ മരണം വരെ ദുരിതങ്ങൾ മാത്രം നേരിട്ട ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. നാം ഒരു വ്യക്തിയായിട്ട് ചിന്തിച്ചാലോ, ഇങ്ങനെ ഒരു ദുരിതം നമുക്ക് നേരിടാൻ കഴിയും? ഒരിക്കലും നേരിടാൻ കഴിയത്തില്ല. അപ്പോൾ അതെല്ലാം തന്നെ പക്ഷേ ഭഗവാനായതുകൊണ്ട് ശ്രീകൃഷ്ണൻ അറിയാം. ഏറ്റവും അവസാനം ഗാന്ധാരി ശപിക്കുന്നത് അങ്ങനെയാണല്ലോ, നീയും നിൻ്റെ കുടുംബവും നശിച്ചു പോകും എന്നുള്ളത്. ആ ശാപം കേൾക്കുമ്പോഴും ശ്രീകൃഷ്ണൻ എന്താണ് അതിന് മറുപടിയായിട്ട് കൊടുക്കുന്നത്? എന്താണ്? അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ചിരിയോടുകൂടി അവിടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളെയും ആ കഷ്ടതകളെയും ചിരിയോടുകൂടി നേരിടണം. ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ചിരിയോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ കഴിഞ്ഞ ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കേണ്ടത്. ഇവിടെ വ്യക്തി എന്ന് സൂചിപ്പിക്കുന്നെങ്കിലും അത് ഭഗവാനായിട്ട് കരുതിക്കൊള്ളാം. അപ്പോൾ ശ്രീകൃഷ്ണനാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. മറ്റു നമുക്ക് ഒരു ദേവതകളെയും ഇങ്ങനെ എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ കണി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിഷുവിന് കണി വയ്ക്കുന്നത് എന്തിനാണ്? വരുന്ന ഒരു വർഷക്കാലം നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം. എങ്ങനെയാണ് ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാകുന്നത്? താനേ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വയം ഉണ്ടാകുന്ന വളരെ ചുരുക്കമാണ്. അതൊരല്പ ദിവസങ്ങളാണ്. ജ്യോതിഷപ്രകാരം ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഒരു അല്പസമയമാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്കുണ്ടാകുന്ന ദുരിതത്തിനെ തട്ടിമാറ്റി വിജയിപ്പിക്കുന്നതാണ്. അതായത് ഒരാൾ സന്തോഷിക്കുന്നത് പരാജയപ്പെട്ടിരിക്കുമ്പോഴല്ല, പരാജയത്തിന് മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പം ആ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്ത ഭഗവാനാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ. ദുരിതങ്ങളെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് കണി വയ്ക്കുമ്പോൾ നമ്മുടെ ദുരിതങ്ങളെ ഇതേപോലെ നമുക്ക് തട്ടിമാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണനെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ നമുക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ ആ വിഷു കാഴ്ചയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഷു കാഴ്ചയിൽ ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് കണിക്കൊന്ന. കണിക്കൊന്ന ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിഷു എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണിക്കൊന്ന വന്നതിന് പിന്നിൽ കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് കഥകളേക്കാൾ അതിൻ്റെ കാര്യമാണ്. അതായത് ഈ കണിക്കൊന്ന എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായി ഈശ്വരൻ കാണിക്കുന്ന ഒരു അടയാളമാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളും കണിക്കൊന്ന പൂത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നും, വിഷു വരുന്നുണ്ടായിരിക്കും, അതായിരിക്കും കണിക്കൊന്ന പൂത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കൃത്രിമമായിട്ട് കണിക്കൊന്നയൊക്കെ അല്ലെങ്കിൽ പൂക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനെ പറ്റി നമ്മൾ ആ പാർട്ട് അങ്ങ് വിടാം, ആ സാഹചര്യം അങ്ങ് വിട്ടേക്കണം. അത് നമ്മൾ ചിന്തിക്കേണ്ട. അതെല്ലാം കാര്യങ്ങളും കാലഘട്ടം അനുസരിച്ച് അത് കൃത്രിമത്വം വരുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണ്? വിഷുവിനാണ് കണിക്കൊന്ന പൂക്കുന്നത്. എല്ലാ വർഷവും വിഷുക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? കണിക്കൊന്ന പൂത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുവെങ്കിൽ അതെന്താണ്? ആ പ്രപഞ്ചം അല്ലെങ്കിൽ ആ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ ഒരു ആഘോഷം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഒരു അടയാളം. ഇത് ദൈവത്തിൻ്റെ അടയാളം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഒരു പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക രഹസ്യമെന്ന് നമുക്ക് വിളിക്കാം. എന്തായാലും തന്നെ സ്വാഭാവികമായിട്ട് ഈ കണിക്കൊന്ന എന്നുള്ളത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൂചനയാണ്. പക്ഷേ ഇന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമുണ്ട്. ആ സംശയം ഇതാണ്: കണിക്കൊന്ന വിഷുവിന് പൂക്കുന്നുണ്ട്, പക്ഷേ കറക്റ്റ് വിഷു ആകുമ്പോഴേക്കും പല മരങ്ങളിലും
അല്ലെങ്കിൽ ഈ കണിക്കൊന്നയുടെ ചെടിയിൽ കണിക്കൊന്ന കാണാനില്ല, അത് ഒഴിഞ്ഞു പോകുന്നു. സോഷ്യൽ മീഡിയ അത്ര വികസിതമല്ലാത്ത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് പലപ്പോഴും എല്ലാവരും സംസാരിക്കാറുണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഈ വർഷമാണ്. ഈ വർഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ തന്നെ ഒരുപാട് പേര് അതൊരു പ്രത്യേക പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വിഷുവിന് മുമ്പ് ആ മരത്തിൽ ശരിക്കും കണിപ്പൂ നിൽക്കുന്നുണ്ട്, കണിക്കൊന്ന നിൽക്കുന്നുണ്ട്, വിഷുവിൻ്റെ അന്ന് അങ്ങനെയില്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു മിസ്റ്റേക്ക്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ദൈവത്തിൻ്റെ അടയാളമാണെങ്കിൽ പിന്നെ ആ അടയാളം ഇങ്ങനെ ഈ വിഷു എത്തുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഇതിനകത്തുള്ളത്. ശരിക്കും ഞാൻ ഈ സൂചിപ്പിക്കുന്നതും ഇവിടുത്തെ ആചാര്യന്മാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ചില തിരുത്തലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ചില കണക്കുകളിലെ തിരുത്തൽ. അതായത് വിഷു ആഘോഷിക്കുന്നത് എന്നാണ്, മേടം 1 അതിന് കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിഷു മേടം 1 അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ലേ? അല്ല, ഇപ്പോൾ വിഷു മേടം 1 മുമ്പാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയ ആചാരങ്ങളിൽ ജ്യോതിശാസ്ത്ര ബന്ധമില്ലാത്ത ഒരു ആചാരവും നമുക്കില്ല, ഒരു ആഘോഷവും നമുക്കില്ല, ഒരു നിർദ്ദേശവും നമുക്ക് നൽകിയിട്ടില്ല ആചാര്യന്മാർ. എല്ലാ നിർദ്ദേശവും സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ വെച്ചാണ് നൽകിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ നശിക്കപ്പെട്ടു പോയാലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ എങ്ങനെയെങ്കിലും അതില്ലായ്മ ചെയ്തു പോയാലും സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആചാരങ്ങൾ നിലനിൽക്കും. കാരണം ഇത് മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പ്രപഞ്ചത്തിൻ്റെ ആ സംവിധാനം അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ്. അത് നിലവിൽ കണക്കാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഭ്രമണം ചെയ്യുന്നതനുസരിച്ച് അത് സാങ്കല്പിക അച്ചുതണ്ടിലാണ് ശരിക്കും സ്വയം ചുറ്റുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാം പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നതനുസരിച്ച് ഒരു പോയിന്റ് ഉണ്ടാകുന്നു, സാങ്കല്പിക പോയിന്റ് ഉണ്ടാകുന്നുണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്നതാണ് വിഷുവം. വിഷുവം എന്നാണ് വിളിക്കുന്നത്. വാസ്തവത്തിൽ ആ വിഷുവം എന്ന വാക്കിൽ നിന്നാണ് നമ്മുടെ ഈ വിഷു എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷുവ പോയിന്റ് എന്നുള്ളത്, ഈ വിഷുവ സ്ഥാനം എന്നുള്ളത് 72 വർഷത്തിലൊരിക്കൽ മാറ്റം വരും. അതായത് 72 വർഷത്തിലൊരിക്കൽ 1 ഡിഗ്രി പിന്നോട്ട് പോകും. 1 ഡിഗ്രി പിന്നോട്ട് പോകുമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദിവസമാണത് പിന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും ഈ ശരിക്കുള്ള വിഷുവിൻ്റെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മാർച്ച് 21 വരുന്നത്, മീനം 7 വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വിഷുവം എന്നുള്ള ആ പോയിന്റ് നൂറ്റാണ്ടുകളായിട്ട് സഞ്ചരിച്ച് മേടത്തിൽ നിന്ന് അത് മീനമാസത്തിലേക്ക് പോയിരിക്കുകയാണ്. കൃത്യമായിട്ട് കണക്ക് ഏകദേശം എടുത്തിട്ടുണ്ട്. 1650 വർഷത്തോളം വരും. അപ്പോൾ 1650 വർഷത്തിന് മുമ്പാണ് വിഷു മേടം 1 ഉണ്ടായിരുന്നത്. ഇന്നത് മാർച്ച് 21 പോയി. ഇനി നിങ്ങളുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സംശയമായിട്ട് ഇതിനെ കൂട്ടിയോജിപ്പിച്ച് നോക്കണം. അതായത് മാർച്ച് മാസത്തിൽ കണിക്കൊന്ന എന്നുള്ള രീതിയിലേക്ക് നല്ല രീതിയിലാണ് പൂത്ത് നിൽക്കുന്നത്. അതിനകത്ത് എന്താണ്? വിഷു നടക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ഇത് ഈശ്വരൻ്റെ അടയാളമാണത്, പ്രകൃതിയുടെ അടയാളമാണത്. അടയാളത്തിന് തെറ്റൊന്നും വരാൻ സാധ്യതയില്ല. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് മനുഷ്യൻ മാറേണ്ടതാണ്. പക്ഷെ നമുക്ക് മാറ്റം വരാത്തതിന് കാരണം നമ്മുടെ കലണ്ടറിലൊക്കെ തന്നെ അല്ലെങ്കിൽ കണക്കിലൊക്കെ തന്നെ ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല. 1650 മുമ്പുള്ള ആ കണക്കാണ് നമ്മളിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും ആചാര്യന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ കണക്കുകളെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാവധാനം തന്നെ അല്ലെങ്കിൽ ഒരുപാട് താമസിയാതെ തന്നെ ചിലപ്പോൾ ഇതൊക്കെ തിരുത്തപ്പെടുമായിരിക്കാം. അഥവാ തിരുത്താതെ വന്നാൽ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനം, രാശി സ്പിരിച്വൽ അക്കാഡമി, ഭാവിയിൽ ഈ കണക്കുകളൊക്കെ തിരുത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ഇതൊരു കണക്കല്ല, ഒരുപാട് കണക്കുകൾ, ജ്യോതിഷത്തിനകത്തൊക്കെ ഒരുപാട് കണക്കുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇത് അപ്ഡേഷൻ ചെയ്താൽ മതി. ഇത് എൻ്റെയോ ആരുടെയോ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് കാലം മാറ്റം വരുന്നതനുസരിച്ച് നമുക്ക് മാറേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പം കാലത്തിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംശയം. എന്താണ് ഈ വിഷുവിൻ്റെ അന്ന് വന്നപ്പോൾ കണിക്കൊന്ന ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതിന് കാരണം സംഭവിച്ച ഇതാണ്. കണിക്കൊന്ന നേരത്തെ വിഷുവിൻ്റെ അന്ന് പൂത്തിട്ടുണ്ട്.
പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശാസ്ത്രീയ ബന്ധം അവിടെ വിട്ടു. ശാസ്ത്രവും ആചാര്യം രണ്ടായിപ്പോയി. ജ്യോതിശാസ്ത്രപരമായിട്ട് ഇത് മാർച്ച് മാസത്തിൽ ആഘോഷിക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ അന്നത്തെ ആ ആചാര രീതി ഇപ്പോഴും പിന്തുടരുന്നു എന്ന് വെച്ച് ഇപ്പം ഈ വർഷം അല്ലെങ്കിൽ ഇനി ഉടനെയുള്ള വർഷങ്ങളൊന്നും തന്നെ നമുക്ക് മേടം 1 വിഷു ആഘോഷിക്കേണ്ട എന്നുള്ളതല്ല. ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷം ഒരു ഭാഗത്ത് നടക്കണം. അപ്ഡേഷൻ നടക്കുന്നത് അത് നടത്തേണ്ട ആചാര്യന്മാർ അത് ചെയ്തോളും, നമ്മുടെ കൂടെ അവരെത്തിക്കോളും. പക്ഷെ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് ചെയ്യണം. ആദ്യമേ സൂചിപ്പിച്ചല്ലോ, സാധാരണ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല വിഷു എന്നുള്ളത്. പ്രകൃതി തന്നെ കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൂടാതെ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ എല്ലാ ദിനങ്ങളും ശുഭമാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണി എന്നുള്ള വിഷുക്കണി എന്നുള്ള സംഭവം തന്നെ ചെയ്തിരിക്കുന്നത്. വിഷുക്കണി വയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലെങ്കിലും ചില ചിട്ടകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. കാരണം ഒരു അമ്പലത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ പൂജാരിമാർ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. പക്ഷേ വിഷുക്കണി വയ്ക്കുന്ന നമ്മുടെ വീടുകളിലാണ്. അപ്പോൾ വീടെന്നുള്ളത് അത്രയും ശുദ്ധിയായിട്ടുള്ള സ്ഥലമാകണമെന്നില്ല. എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലുള്ളവരും വെളിയിലുള്ളവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് പെട്ടെന്ന് നമുക്ക് ഉപയോഗം വരുന്ന രീതിയിൽ ഒരു ദേവതയെ തന്നെ വിളിച്ച് വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു പ്രഭ ഉണ്ടാക്കുമ്പോൾ ചില ചിട്ടവട്ടകൾ നമ്മൾ ശ്രദ്ധിച്ചേ തീരത്തുള്ളൂ. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, കിണ്ടിയിൽ വെള്ളമെടുത്തതിന് ശേഷം മനസ്സുകൊണ്ട് നന്നായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കിണ്ടിയിലിരിക്കുന്ന വെള്ളം നമ്മൾ എവിടെയാണോ കണി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്ന് തളിക്കുക എന്നുള്ളതാണ്. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ സാധാരണ കിണ്ടിയിൽ ജലം വയ്ക്കാറുണ്ട്. സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള എപ്പോൾ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് കിണ്ടിയിൽ വെള്ളം വയ്ക്കും. അതോടൊപ്പം തന്നെ തിരിയും വയ്ക്കാറുണ്ട്, സാമ്പ്രാണി തിരിയും വയ്ക്കാറുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ വെള്ളം വയ്ക്കുന്നത് എന്തിനായിരിക്കും? നമ്മൾ അറിയേണ്ടത് അങ്ങനെ വെള്ളം വയ്ക്കേണ്ട ആവശ്യകതയില്ല. പഞ്ചഭൂത സിദ്ധാന്തമൊക്കെ ഉണ്ട്. പഞ്ചഭൂത സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടല്ല വാസ്തവത്തിൽ ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത്. അത് വേറെ അഗ്നിയും ജലവും ഒക്കെ വരുന്ന അതാണ് പലരും ഉപയോഗിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പലരും അങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല അത് വരുന്നത്. പച്ചവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, നമ്മൾ എവിടെയാണോ അത് തളിക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, അവിടെ ശുദ്ധമായി കിട്ടാം. ആ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, വിളക്ക് കത്തിക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കിണ്ടിയിൽ വെള്ളമെടുക്കുന്നത്. അതവിടെ ശുദ്ധീകരിച്ചതിന് ശേഷം ബാക്കി വന്ന വെള്ളം ആ വിളക്കിനോടൊപ്പം തന്നെ അവിടെ വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്, വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം സാമ്പ്രാണി തിരി കത്തിക്കുന്ന പതിവുണ്ട്. ഇതും തെറ്റായ രീതിയാണ്. ഒരിടത്ത് പൂജ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പൂജാരി ചെയ്യുന്ന നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ എന്താണ്, ധൂപം ആ പുകയൊക്കെ കാണിച്ചതിന് ശേഷമാണ് പിന്നീട് ദേവതകളെയൊക്കെ ആവാഹിച്ചെടുക്കണം. അതേ സിസ്റ്റം തന്നെയാണ് വീട്ടിൽ ചെയ്യേണ്ടത്. നമ്മളെല്ലാം തലതിരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തിരി കത്തിക്കണം, ആ ചന്ദനത്തിരി കത്തിച്ച് അപ്പോൾ ആ അന്തരീക്ഷ ശുദ്ധി അവിടെ വരുത്തണം. ആ പുകയും കൊണ്ട് അന്തരീക്ഷ വായുശുദ്ധി വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? അതിന് ശേഷമേ വിളക്കത്തിപ്പിയിലേക്ക് പോകാവൂ. അപ്പോൾ തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളം തെളിക്കണം, ആ ജലം കൊണ്ട് അവിടെ ശുദ്ധി ചെയ്യണം. അതിന് ശേഷം ചന്ദനത്തിരി കത്തിക്കാം. ചന്ദനത്തിരി കത്തിച്ചതിന് ശേഷം നിലവിളക്ക് കത്തിക്കാം. നിലവിളക്ക് കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ദേവതാനാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് കണിയൊരുക്കലിൽ ചെയ്യാം. കണിയൊരുക്കലിൽ ഇത് കൂടുതൽ ചെയ്യണം. വെള്ളത്തിൻ്റെ കുറച്ചുകൂടി ശുദ്ധി ചെയ്യാൻ കഴിയുന്ന ദേവതാനാമങ്ങളോ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അതൊന്നും ഈ എപ്പിസോഡിൽ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ പച്ചവെള്ളം കിണ്ടിയിലെടുത്ത് നമുക്ക് അത് മാത്രമായിട്ട് അവിടെ വൃത്തിയാക്കാം. അല്ലെങ്കിൽ ഒരു അല്പസമയം തുളസിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം തളിച്ചാലും മതിയാവും. അപ്പോൾ ഹാളിലാണെങ്കിൽ ആ ഹാളിലായിരിക്കും മിക്കവാറും പേര് ഹാളിലേക്ക്, പൂജാമുറിയുള്ളവർ പൂജാമുറിയിൽ വയ്ക്കും, അല്ലാത്തവരൊക്കെ തന്നെ ഹാളിലായിരിക്കും ഈ കണിയൊരുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് നടന്നെത്താൻ കഴിയുന്ന തടസ്സങ്ങളില്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്
സാധാരണ പൂജാമുറിയൊക്കെ വയ്ക്കുമ്പം കിഴക്ക് വടക്കേ മൂല ഈശാന കോണമെന്നോ അല്ലെങ്കിൽ കന്നിമൂലയൊക്കെ എടുക്കും. അതൊന്നും കണിയൊരുക്കലിൽ നമുക്ക് പ്രാക്ടിക്കലല്ല, അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കാത്തത്. അപ്പോൾ സൗകര്യമായിട്ടുള്ള ഏത് സ്ഥലത്താണോ അവിടെ ഈ പറഞ്ഞ ജലം കൊണ്ട് ശുദ്ധി ചെയ്തതിന് ശേഷം നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ട് അതിനോടൊപ്പം നമുക്ക് ഈ കണി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്താം. അതിന് ഒരു ഉരുളി സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ വേണം. അതിൻ്റെ ഒരു ആചാര രീതി അനുസരിച്ച് അതിന് കുറച്ചുകൂടെ പ്രസക്തമുണ്ട്. ഉരുളി എന്നുള്ളത് നമ്മൾ ഭൂമി എപ്പോഴും പ്രദക്ഷിണം ചെയ്യുന്ന അറിയാമല്ലോ, എല്ലാം പ്രദക്ഷിണം ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ചതുരത്തിനും അതേപോലെ തന്നെ ഉരുണ്ടിരിക്കുക എന്നുള്ള രീതിയിലും റൗണ്ട് ചെയ്തിരിക്കുക, ഇതിന് പ്രത്യേകിച്ച് ഒരു എനർജി ഉണ്ട്. ആ ഉരുളി അതുകൊണ്ടാണ് അങ്ങനെ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഉരുളിയിൽ തന്നെ നമുക്ക് കണി വയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വയ്ക്കുകയാണ് സാധാരണ രീതി. നമ്മുടെ ഒരു കാർഷിക സംസ്കാരം നമുക്കുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് ഈ ഒരു വർഷത്തിനകത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളതൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അതായത് സാധാരണ ചക്ക ഉൾപ്പെടുത്താതുണ്ട്, കണിമാങ്ങ ഉൾപ്പെടുത്താതുണ്ട്, വെള്ളരിക്ക ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് സാധനവും നമ്മൾ ഭക്ഷ്യവിഭവമായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സാധനവും ഉൾപ്പെടുത്താം. പക്ഷെ ഭക്ഷ്യവിഭവമായി ഉൾപ്പെടുത്തുന്ന സൂചിപ്പിക്കുമ്പോഴും അവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല, മാംസാഹാരം ഉൾപ്പെടുത്താറില്ല. കാരണം സാത്വിക ഭക്ഷണം, സാത്വികത വരുന്ന സാധനങ്ങളാണ് കണി വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ, ഇതേപോലെ തന്നെ ഭക്ഷണം എന്നുള്ള രീതിയിൽ മാംസാഹാരമോ മറ്റെന്തെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെ എന്ന്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സാത്വികമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. സാത്വികത ഉൾക്കൊള്ളുന്ന ഏത് ഫലങ്ങളും നമുക്കിവിടെ വയ്ക്കാം. അപ്പോൾ പൈനാപ്പിളായിട്ട് വയ്ക്കാം, ഈ പറയുന്ന മാങ്ങയോ ചക്കയോ ഉൾപ്പെടെയുള്ള നമ്മൾ പച്ചക്കറിയിൽ വരുന്ന എന്ത് സാധനവും വയ്ക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ മുണ്ട് നമുക്ക് വാങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ പുതിയ വസ്ത്രം എന്നുള്ള രീതിയിലേക്കാണ് അത് വാങ്ങി വയ്ക്കാം. കണി കൊടുക്കാൻ വേണ്ടിയുള്ള ശരിക്കും മറ്റു വരുന്നവർക്ക് ഈ പറഞ്ഞ കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയുള്ള നാണയത്തൊട്ടുകളാണെങ്കിലും അത് രൂപയേറ്റാണെങ്കിലും ഇതിനോടൊപ്പം വെച്ചിട്ട് എടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഭഗവാന്റെ സാന്നിധ്യത്തിൽ ശ്രീകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചു, ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫലം വരും. അത് നാണയത്തൊട്ടുകളായിട്ടോ രൂപയായിട്ടോ എങ്ങനെ വേണോ കൊടുക്കാം. ശരിക്കും ഇങ്ങനെ ഒരു ചടങ്ങിനെ എല്ലാവരും എത്തുന്നുവെങ്കിൽ ആ ഒരു കൂടിച്ചേരൽ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ നമുക്ക് എന്തൊക്കെ ഫലങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ കണി എന്നുള്ള കാര്യം. പല വീടുകളിലൊക്കെ തന്നെ 1-ാം തീയതിയോ മലയാളം 1-ാം തീയതിയോ മറ്റ് ദിവസങ്ങളൊക്കെ തന്നെ ആൾക്കാർ വിളിച്ചു വരുത്തുകയോ അങ്ങനെ ഒരു ചടങ്ങ് ചില പ്രദേശങ്ങളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 1-ാം തീയതി ഒരു ശുഭമായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം മുഴുവൻ, അന്നത്തെ ആ ഒരു മാസം മുഴുവൻ ശുഭമായിരിക്കും എന്നാണ് ഒരു കാരണം. അപ്പം അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ഈ കൈനീട്ടം കൊടുക്കുന്നത്. എന്താണ്, ഒരു വർഷത്തോളം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണി വയ്ക്കുന്നതിൽ സ്വർണം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വർണവും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ ലക്ഷ്മി ബന്ധം കൂടെ വരാൻ വേണ്ടിയാണ്. എല്ലാ ദേവതകളുടെയും ബന്ധം ഇതിൻ്റെ അകത്ത് ഈ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പമാണ് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ആ ശ്രീകൃഷ്ണ വിഗ്രഹം കൂടെ വയ്ക്കേണ്ടതുണ്ട്. വെച്ചതിന് ശേഷമാണ് ശരിക്കും നിലവിളക്ക് വെച്ചുള്ള ഈ നിലവിളക്ക് വയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നിലവിളക്കിൽ ശരിക്കും ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ശുഭമായിട്ടുള്ള ആരോഗ്യത്തിനും ഫലത്തിനും നല്ലതിനും വേണ്ടി വയ്ക്കുന്നിടത്ത് അശുഭമായിട്ടുള്ള എണ്ണയൊന്നും ഇന്ന് വിളക്കെണ്ണ എന്നുള്ള രീതിയിൽ വിപണിയിൽ കിട്ടുന്നതൊന്നും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ നോക്കരുത്. നല്ലെണ്ണ വയ്ക്കുന്നത് ഏറ്റവും ശുഭമാണ്. പക്ഷേ നല്ലെണ്ണ വിപണിയിൽ കിട്ടുന്നതൊക്കെ തന്നെ ഭൂരിഭാഗം മോശം എന്നുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വെളിച്ചെണ്ണ ഒരുപാട് ഇന്ന് മില്ലിൽ നിന്ന് നേരിട്ട് അല്ലാതെയുണ്ട്, വെളിച്ചെണ്ണ കൃത്യമായിട്ട് വരുന്ന വെളിച്ചെണ്ണ കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നല്ല രീതിയിലേക്കുള്ള നല്ല വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയാവും. നല്ലെണ്ണ കിട്ടിയില്ലെങ്കിൽ, നല്ലെണ്ണ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതിയാവും. എന്തായാലും കത്തുന്ന എണ്ണ അല്ലെങ്കിൽ നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശുഭമായിരിക്കണം. ആ അന്തരീക്ഷം മുഴുവൻ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ എന്താണ്, അന്തരീക്ഷ ശുദ്ധി ആണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം തന്നെ സ്വാഭാവികമായിട്ട് എന്താണ്, നേരത്തെ ആ വെള്ളം തളിച്ച് ശുദ്ധിയാക്കിയതുപോലെ ചന്ദനത്തിരി കത്തിച്ച് അന്തരീക്ഷം ശുദ്ധമാക്കിയതുപോലെ ഒരല്പം കൂടെ ശുദ്ധിയാക്കലാണ് നിലവിളക്ക് കത്തിക്കൽ. എന്തിനാണ് ഈ അന്തരീക്ഷം ശുദ്ധിയാക്കുന്നത്? അന്തരീക്ഷം ശുദ്ധിയാക്കിയതിന് ശേഷമേ നമുക്ക് ഭഗവാനെ വിളിച്ചു വരുത്താൻ പറ്റത്തുള്ളൂ. കാരണം കാണാൻ കഴിയുന്നതല്ലോ, അതിസൂക്ഷ്മമായിട്ടുള്ള കണികൾ പോലെ അതിസൂക്ഷ്മമായിട്ടുള്ള ശക്തിയാണ് സാധാരണ ഭഗവാൻ എന്ന് വിളിക്കുന്നത്.
ആ ശക്തിക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ. വിഷുവിന് കണി കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികൾക്ക് സംശയങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കണി ഒരുക്കുന്ന ആളെങ്ങനെ ഈ കണി കാണുമെന്നുള്ളതാണ്. വലിയൊരു ചോദ്യം, വലിയൊരു സംശയമാണ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് വെച്ചാൽ, ആരാണോ കണി ഒരുക്കാൻ വേണ്ടി ആ തീരുമാനം എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ കണി ഒരുക്കാൻ പോകുന്നത്, ആ വ്യക്തി തലേ ദിവസം തന്നെ ഈ കണി സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ കണി കാണാൻ വേണ്ടിയുള്ള എല്ലാ വസ്തുക്കളും ഒരുക്കി വയ്ക്കേണ്ടതാണ്. ഓട്ടുരുളിയിൽ സാധനങ്ങൾ വയ്ക്കുന്നത് കൂടാതെ വിഗ്രഹവും, ശ്രീകൃഷ്ണ വിഗ്രഹവും, നിലവിളക്കും എല്ലാം തന്നെ, നിലവിളക്ക് കത്തിക്കത്തില്ല, പക്ഷെ നിലവിളക്കെല്ലാം തന്നെ ഒരുക്കി വയ്ക്കേണ്ടതുണ്ട്. ഇതെല്ലാം പൂർണ്ണമായിട്ട് പിറ്റേ ദിവസം വിളക്ക് കത്തിച്ചാൽ മതി എന്നുള്ള ഒരു സാഹചര്യം എത്തുന്നത് വരെ എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് ആ വ്യക്തി കിടക്കുന്നത്. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എണീക്കുന്നു. എണീറ്റ് കഴിഞ്ഞാൽ നേരെ വന്ന ഈ വിളക്ക് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ കണി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചയിൽ വിളക്ക് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ആ എല്ലാ കാര്യങ്ങളും കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെയും പൊതുവിൽ നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം, അതായത് ആ വ്യക്തിക്ക് കൂടെ കണി കാണണം, ആ വ്യക്തിയുടെ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുളിക്കാനായി പോകേണ്ടത്. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം വിളക്ക് കത്തിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വീട്ടിലുള്ള ഓരോ വ്യക്തികളെയായിട്ട് വിളിച്ചുണർത്തി കൊണ്ടുവന്ന്, സാധാരണ ഒരു നാടൻ രീതിയുണ്ട്, കണ്ണ് പൊത്തി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമേ കണ്ണ് തുറക്കുകയുള്ളൂ എന്നുള്ള രീതിയുണ്ട്. അതേപോലെ തന്നെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് ഈ കാഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളെ കാണിക്കുമ്പോഴും, അത് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇതൊരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള സംഭവമല്ല. പകരം ഓരോ വ്യക്തികളുടെയും ജോലി എന്താണ്, ഓരോ വ്യക്തികളും എന്തൊക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുട്ടികളാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി എല്ലാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുതിർന്ന വ്യക്തികളാണെങ്കിൽ വരുന്ന ഒരു വർഷവും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മേന്മയുണ്ടാകട്ടെ, അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, അസുഖാവസ്ഥ ഉണ്ടെങ്കിൽ ആ അസുഖം പോകാൻ തന്നെ പ്രാർത്ഥിക്കാം. അസുഖങ്ങളില്ലെങ്കിലോ ഈ ഒരു വർഷവും നമുക്ക് അസുഖങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാ രീതിയിലുള്ള ഐശ്വര്യം നമുക്കുണ്ടാകട്ടെ, കുട്ടികളോട് നന്നായിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ, ബുദ്ധിശക്തി ഉണ്ടാകട്ടെ. പുരാണങ്ങളിലുള്ള ഓരോ പ്രാർത്ഥനയിലും ബുദ്ധിശക്തി ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ബുദ്ധിശക്തി ഉണ്ടാകട്ടെ. അവരോട് സൂചിപ്പിക്കുക, നമ്മൾ എന്തിനാണ് ഈ പുസ്തകം വെച്ച് ഈ കാഴ്ച കാണിക്കുന്നത്. ആ ജ്ഞാനം നേടാൻ വേണ്ടിയാണ്. എന്തൊക്കെ ഭൗതിക വസ്തുക്കളുണ്ടെങ്കിലും അറിവില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ജ്ഞാനം രണ്ട് രീതിയിലുണ്ട്. ഭൗതികമായിട്ടുള്ള ജ്ഞാനവുമുണ്ട്, അതോടൊപ്പം തന്നെ ഈശ്വരനെ അറിയുന്ന ജ്ഞാനവുമുണ്ട്. രണ്ടും ആവശ്യമാണ്. ഇപ്പോൾ സാധാരണ പുസ്തകമല്ല, അത് പുരാണ ബന്ധമുള്ള ഒരു പുസ്തകമാണ് നമ്മൾ വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഭൗതികതയോടൊപ്പം തന്നെ ഈശ്വരനെ കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈശ്വരനെ അറിയുമ്പോൾ എന്ത് സംഭവിക്കും? സാഹചര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാകാം, പ്രതികൂല കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാകാം. എല്ലാ കാര്യങ്ങളും സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. ഇതൊരു കാഴ്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളും കണി വെച്ചു ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ളതല്ല. ഒരു വർഷത്തേക്ക് നമുക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചയാണ് ഈ സംഭവം. വരുന്ന ഒരു വർഷം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. നമസ്തേ.